Hi friends, welcome all. ഫിഫ്ത്ത് സെമസ്റ്റർ ബികോം BBA അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കണ്ടക്ട് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 24th ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കാൽക്കുലേറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് റേഷ്യോ 2.5, ലിക്വിഡ് റേഷ്യോ 1.75 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 1,50,000. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കാണുകയാണ് വേണ്ടത്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും കാണണം. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും കാണാൻ നമുക്ക് കറണ്ട് റേഷ്യോ ഉണ്ട്. കാരണം കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റിയും കറണ്ട് ലാബിലിറ്റീസ് തമ്മിലുള്ള റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ 2.5 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ റേഷ്യോയിൽ നിന്ന് നമ്പറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എമൗണ്ട് ഫിഗർ വേണം. അതിവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് റുപ്പീസ് 1,50,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്നുള്ള ഈ 1,50,000 റുപ്പീസ് വെച്ചുകൊണ്ട് നമുക്ക് കറണ്ട് അസറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് റേഷ്യോ കൂടി യൂസ് ചെയ്താലേ കഴിയുള്ളൂ. കാരണം സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കറണ്ട് റേഷ്യോ ലിക്വിഡ് റേഷ്യോയും 2 റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ കാണാം. കറണ്ട് റേഷ്യോ 2.5 ടൈംസ്. നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. അപ്പോൾ നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നമ്പേഴ്സ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കറണ്ട് അസറ്റ്സ് 2.5x എന്നും കറണ്ട് ലാബിലിറ്റീസ് 1x എന്ന് ആക്കിയെടുത്തു. ഇനി അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോ 1.75 ടൈംസ് ആണ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ 1.75 ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് നമ്പർ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലിക്വിഡ് അസറ്റ് 1.75x എന്നും കറണ്ട് ലാബിലിറ്റീസ് 1x എന്ന് എടുത്തു. ഇനി നമുക്ക് തന്നിട്ടുള്ള ഹിൻഡ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,50,000 ഉണ്ട്. ഈ സ്റ്റോക്ക് നമ്മുടെ കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അതൊരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതുക. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് ലിക്വിഡ് അസറ്റ്. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് അതിൽ റീപ്ലേസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് 1,50,000 ഈക്വൽ ടു കറണ്ട് അസറ്റ് 2.5x മൈനസ് ലിക്വിഡ് അസറ്റ് 1.75x ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75x എന്ന് കിട്ടും. ഇനി ഈ എക്സിൻ്റെ വാല്യൂ കാണാൻ 1,50,000 ഡിവൈഡഡ് ബൈ 0.75 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന 2 lakhs ആണ് എക്സിൻ്റെ വാല്യൂ. ഇനി ഈ എക്സിൻ്റെ വാല്യൂ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റീസിൻ്റെ ഒക്കെ വാല്യൂസിൽ, അതായത് 2.5x റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ കിട്ടും. സോ കറണ്ട് അസറ്റ് 2.5x ആണ്. അത് എക്സിൻ്റെ വാല്യൂ 2 lakhs വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ 2.5 ഇൻറ്റു 2 lakhs എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 lakhs. കറണ്ട് ലാബിലിറ്റീസ് 1x ആണ്. ദാറ്റ് ഈസ് 2 lakhs. ലിക്വിഡ് അസറ്റ് 1.5x ദാറ്റ് ഈസ് ഈക്വൽ ടു 3,50,000. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് എഴുതുക. കറണ്ട് അസറ്റ് 5 lakh ആണ്. കറണ്ട് ലാബിലിറ്റീസ് 2 lakhs ആണ്. സോ 5 lakhs മൈനസ് 2 lakhs ഈസ് ഈക്വൽ ടു 3 lakh ആയിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ 25th ക്വസ്റ്റ്യൻ. Following are the extracts from the balance sheet of ABC and Company Limited as on 31st December 2015 and 2016. Compute fund from operations. Particulars: profit and loss appropriation account 45,000 in 2015 and 60,000 in 2016. General reserves 30,000, 37,500. Goodwill 15,000, 7,500. Preliminary expenses 9,000, 6,000. Provision for depreciation on machinery 15,000 and 18,000. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ആ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മാത്രമേ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഫണ്ട് ഫ്ലോ അനാലിസിസ് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട.
അപ്പോൾ നമുക്ക് തന്നുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? രണ്ട് തരത്തിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് പ്രോഫിറ്റ് ഫോർ ദ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് ജനറൽ റിസർവ് 30,000 ആണ് 2015. ആ 37,500 ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 7,500 രൂപ പ്രോഫിറ്റിൽ നിന്ന് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അത് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 7,500 എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയാണ് വേണ്ടത്. പിന്നെ തന്നിട്ടുള്ളത് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് 15,000 തന്നിട്ടുണ്ട്. അത് 2016 ആയപ്പോൾ 7,500 ആയി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് 7,500 രൂപയുടെ ഗുഡ് വില്ല് ഈ വർഷം 2015-16 കാലയളവിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് ഓഫ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ അല്ലാത്തത് കൊണ്ട് അത് നമ്മുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ആ ഒരു ഐറ്റം ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് 7,500 ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് കാണുന്നുണ്ട്. 9,000 ആയിരുന്നു 2015. 2016 എത്തിയപ്പോൾ 6,000 ആയിട്ടുണ്ട്. അതായത് 3,000 രൂപയുടെ പ്രിലിമിനറി എക്സ്പെൻസ് ഈ വർഷം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് 3,000. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 2015 15,000 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് 18,000 ആയിട്ട് കൂടിയിട്ടുണ്ട് 2016. അപ്പോൾ ഈ വർഷം 3,000 രൂപയുടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു, പ്രൊവിഷൻ ഫോർ ഡെപ്രീസിയേഷൻ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു 60,000. ഇത് ബാലൻസ് ചെയ്താൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ 36,000 ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇത്രേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്തു. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡീഷണൽ എമൗണ്ട്സ് നമ്മൾ എന്തൊക്കെയാണ് പ്രോഫിറ്റിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടുള്ളത് അതനുസരിച്ച് അത്ര ഐറ്റംസ് ഡെബിറ്റ് ചെയ്തു. ഇവിടെ ഇൻകമായി ബന്ധപ്പെട്ട ഒരു ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യാനൊന്നും വരാവുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം നമ്മളത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു. ബാലൻസിങ് ഫിഗറാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അത് 36,000 എന്ന് കിട്ടി. Then 27th question. The management of a company finds that while the cost of making a component part is ₹15, the same is available in the market at ₹13 with an assurance to continue supply. The cost information for production is as follows. Material 3.50, direct labor 5.50, other variable expenses 3, fixed expenses 3, total 15. Give a suggestion whether to make or buy this part. Give also your views in case the supplier reduces the price from ₹13 to ₹11. ഇത് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിലെ മേക്ക് ഓർ ബൈ ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു കോമ്പണൻറ്റ് മാർക്കറ്റിൽ 13 രൂപക്ക് അവൈലബിൾ ആണ്. അത് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ 15 രൂപ വരും. ടോട്ടൽ കോസ്റ്റ് 15 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പണൻറ്റ് നമ്മൾ മേക്ക് ചെയ്യുകയാണോ അതോ പുറത്ത് നിന്ന് വാങ്ങുകയാണോ നല്ലത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ഒരു കോമ്പണൻറ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ആ മാർജിനൽ കോസ്റ്റ് ആ കോമ്പണൻറ്റ് പർച്ചേസ് പ്രൈസുമായി കമ്പയർ ചെയ്യുക. നമുക്ക് വരുന്ന മാർജിനൽ കോസ്റ്റ് പർച്ചേസ് പ്രൈസിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മേക്ക് ഡിസിഷനാണ് നല്ലത്. കാരണം ആ കോമ്പണൻറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ലാഭമായിട്ട് വരുന്നത്. അതേസമയം നമ്മുടെ മാർജിനൽ കോസ്റ്റ് പർച്ചേസ് പ്രൈസിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ കോമ്പണൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പുറത്തുനിന്ന് ആ വില കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ബൈ ഡിസിഷൻ എടുക്കും. സോ
സോ മേക്ക് ഓർ ബൈ ഡിസിഷൻ, മേക്ക് ഡിസിഷൻ വരുന്നത് മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ പർച്ചേസ് പ്രൈസ്, ബട്ട് ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് വെൻ മാർജിനൽ കോസ്റ്റ് ഈസ് മോർ ദാൻ പർച്ചേസ് പ്രൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോമ്പണൻറ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് എത്രയാണെന്ന് കാണാം. മാർജിനൽ കോസ്റ്റ് മെറ്റീരിയൽ 3.50 ഉണ്ട്, ലാബർ 5.50, വാരിയബിൾ എക്സ്പെൻസസ് ₹3. സോ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് വിൽ ബി 12 rupees. ഈ കോമ്പണൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ₹13 ആണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം മാർജിനൽ കോസ്റ്റ് 12 എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് 13നേക്കാൾ ചെറുതായതുകൊണ്ട്, അതായത് മാർജിനൽ കോസ്റ്റ് ചെറുതായതുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റ് മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നല്ല ഡിസിഷനായിട്ട് വരുന്നത്. അതേസമയം ഇൻ കേസ് സപ്ലയർ ആ കോമ്പണൻറ്റിൻ്റെ പ്രൈസ് 13 നിന്ന് 11 ആക്കി കുറക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് പ്രൈസ് നമ്മുടെ മാർജിനൽ കോസ്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതായത് പർച്ചേസ് പ്രൈസ് 11, മാർജിനൽ കോസ്റ്റ് 12. അപ്പോൾ നമ്മുടെ മാർജിനൽ കോസ്റ്റ് പർച്ചേസ് പ്രൈസിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഡിസിഷൻ ആയിരിക്കും നല്ലത്. അപ്പോൾ ₹13 ആണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മേക്ക് ഡിസിഷനും, ₹11 ആ കോമ്പണൻറ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ബൈ ഡിസിഷനുമാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. Then 29th question. Management of the ABC Limited considered that product N, one of its 3 main lines, is not as profitable as other 2 with the results. No particular effort are being made to push its sale. The selling price and cost of the 3 products are products R, N, V, selling price 70, 60, 66, marginal cost for product R 12, then N 8, V 10. Then direct labor department X, department Y, department Z, product R ന് direct labor വരുന്നത് 8, 3 and 3, N direct labor cost ₹3, 8 and 3. Then for product V, direct labor cost ₹3, 3 and 8. Overhead rates for each department per rupee of direct labor as follows. Variable overhead 1.25, 0.50 and 1. Fixed overhead 1.25, 2 and 1.50. Total 2.50, 2.50 and 2.50. What advice would give to the management about the profitability of the product? Give results. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ABC കമ്പനിയുടെ 3 പ്രോഡക്റ്റുകളാണ് R, N, V. അവർക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, X, Y, Z. അപ്പോൾ ഇവിടെ പറയുന്നത് R, N, V എന്നുള്ള 3 പ്രോഡക്ട്സിൽ N അത്രത്തോളം പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളൊരു തീരുമാനം, അങ്ങനെ ഒരു കരുതലിലാണ് ആരുള്ളത്, ABC കമ്പനി ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്നിൻ്റെ സെയിൽസ് കൂട്ടാൻ അത്ര എഫേർട്സ് ഒന്നും കമ്പനി എടുക്കുന്നില്ല. മറ്റ് 2 പ്രോഡക്റ്റുമാണ് പ്രോഫിറ്റബിൾ എന്നുള്ളതാണ് കമ്പനിയുടെ വിശ്വാസം. അപ്പോൾ കമ്പനിയുടെ ഈ 3 പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ചിട്ട് ഈ 3 പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, ഒരു PV റേഷ്യോ 3 പ്രോഡക്റ്റിൻ്റെയും PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ നമുക്ക് ഡീറ്റെയിൽസ് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം 4 കോളംസ് കൊടുക്കുന്നു. പെർട്ടിക്കുലേഴ്സ്, പ്രോഡക്റ്റ് R, പ്രോഡക്റ്റ് N, പ്രോഡക്റ്റ് V. ദെൻ ഓരോ പ്രോഡക്റ്റിൻ്റെ അണ്ടറിലും 2 എമൗണ്ട് കോളം കൊടുക്കുന്നു. നമുക്ക് എമൗണ്ട്സ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ആദ്യം സെല്ലിംഗ് പ്രൈസ് കാണിച്ചു 70, 60, 66. ദെൻ അതിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ മെറ്റീരിയൽ 12, 8, 10. ദെൻ ലേബർ കോസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തന്നെ അത് കാണിക്കുക. ലേബർ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൽ വരുന്നത് 8, 3, 3. ഡിപ്പാർട്ട്മെൻറ്റ് വൈയിൽ 3, 8, 3. ഡിപ്പാർട്ട്മെൻറ്റ് സെഡിൽ 3, 3, 8. ദെൻ അതർ എക്സ്പെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് 1.25, 1.25, 2.50. ഡിപ്പാർട്ട്മെൻറ്റ് വൈ 1.50, 2 and 2.50. ഡിപ്പാർട്ട്മെൻറ്റ് സെഡ് 1, 1.50 and 2.50. ഇനി നമ്മൾ ഈ മാർജിനൽ കോസ്റ്റ് 3 പ്രോഡക്റ്റിനെയും ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ എമൗണ്ട് കോളത്തിലേക്ക് എടുത്തെഴുതുന്നു. സോ പ്രോഡക്റ്റ് ആറിന് 28.75 വരും, പ്രോഡക്റ്റ് എന്നിന് 26.75, പ്രോഡക്റ്റ് വിക്ക് 31.50. ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാണ് വേണ്ടത്. പ്രോഡക്റ്റ് ആറിൻ്റെ 70 എന്നുള്ള സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ടോട്ടൽ മാർജിനൽ കോസ്റ്റ് 28.75 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 41.25 എന്ന് കിട്ടും. ആ കോൺട്രിബ്യൂഷൻ നമ്മുടെ
സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുകൂടി നമ്മൾ കാണണം. അതിനെയാണ് നമ്മൾ PV റേഷ്യോ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ പ്രോഡക്റ്റ് ആറിൻ്റെ PV റേഷ്യോ 59% എന്ന് കിട്ടും. അതുപോലെ പ്രോഡക്റ്റ് എന്നിന് 33.25 ആണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. PV റേഷ്യോ 55%. ദെൻ പ്രൊഡക്റ്റ് വിൻ്റെ കോൺട്രിബ്യൂഷൻ 34.50, PV റേഷ്യോ 52%. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് എന്നിന് കുറവാണ്, 33.25 ഉള്ളൂ. പക്ഷേ നമ്മൾ PV റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എന്നിന് 55% PV റേഷ്യോ വരുന്നുണ്ട്. അത് പ്രോഡക്റ്റ് വിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ കമ്പനീൻ്റെ ഒരു നിഗമനം എന്താണ്? പ്രൊഡക്റ്റ് എന്ന് പ്രോഫിറ്റബിൾ അല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിൽസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ല. പക്ഷേ പ്രൊഡക്റ്റ് എന്ന് പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ PV റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. സോ പ്രൊഡക്റ്റ് എന്നിൻ്റെ സെയിൽസ് കൂട്ടുന്നതിനുള്ള എഫേർട്സും കമ്പനി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.